നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയുണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനാണ് ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ ശ്രമിക്കുന്നത്. നമ്മുടെ മുന്നിലൊരു ലേഖനമുണ്ട്. അതിലെ പ്രധാന കണ്ടെത്തലുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം തുടങ്ങിയ ഈ ഒരു വൈരം, അത് ഈ അടുത്ത് 2024 ഏപ്രിലിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിക്കുന്നതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സംഘർഷത്തിൻ്റെ തുടക്കം ശരിക്കും എവിടുന്നാണ്? 1979 വിപ്ലവത്തിന് ശേഷം ഇറാൻ സ്വീകരിച്ച ആ ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണോ? അതാണോ മെയിൻ കാരണം? ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇസ്രായേൽ ഇല്ലാതാകണമെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും. ആ ഒരു ആശയപരമായ ഭിന്നത അതുതന്നെയാണ് ഇതിന്റെ കാതല്. ഇറാൻ ഇസ്രായേലിനെ ഒരു നിയമവിരുദ്ധ സയോണിസ്റ്റ് ഭരണകൂടമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് പോലുള്ള പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് ഇറാൻ കൊടുക്കുന്ന ആ പിന്തുണയില്ലേ, അത് ഈ നിലപാടിന്റെ ഭാഗമാണ്. അവരിതിനെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ഒരു സ്വാധീനം ഉറപ്പിക്കാനുള്ളൊരു വഴിയായും കാണുന്നുണ്ട്. അതും നമ്മൾ ഓർക്കണം. ഈ പിന്തുണയെന്ന് പറയുമ്പോൾ അത് വെറും രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക്, അതായത് സൈനിക സഹായത്തിലേക്കൊക്കെ നീളുന്നുണ്ടല്ലോ, അല്ലേ? ലെബനനിലെ ഹിസ്ബുള്ളയെ പോലുള്ള ഗ്രൂപ്പുകൾക്ക് കിട്ടുന്ന സഹായം അത് ഇസ്രായേലിന് വലിയൊരു സുരക്ഷാഭീഷണിയല്ലേ? അതെ അതെ, അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഘടകം. ലെബനനിലെ ഹിസ്ബുള്ള, പിന്നെ ഗാസയിലെ ഹമാസ്, സിറിയയിലെയും ഇറാഖിലെയും ചില ഷിയ സായുധ ഗ്രൂപ്പുകൾ, ഇവരെയെല്ലാം ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഇസ്രായേൽ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു തീവളയം പോലെയാണ്. ഓ, തീവളയം. അതെ. 2006 ലെബനൻ യുദ്ധം ഓർക്കുന്നില്ലേ? ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയുള്ള പോരാട്ടം ഇസ്രായേലിനൊരു നിരന്തരമായ തലവേദനയാണ് ശരിക്കും. ഈ തീവളയം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ ഇത് എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത്? അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് ഇസ്രായേലിനെ എന്താ പറയാ, ഒരേ സമയം പല പല മുന്നണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതരാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പുകളിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയാനും അവരുടെയൊക്കെ ശേഷി കുറയ്ക്കാനും ഇസ്രായേൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ചും സിറിയയിൽ. ഈ നിഴൽ യുദ്ധങ്ങൾക്കപ്പുറം വേറൊരു വലിയ ആശങ്കയുണ്ടല്ലോ, ഇറാന്റെ ആണവ പദ്ധതി. ഇസ്രായേൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് വലിയ പേടിയോടെയാണോ? തീർച്ചയായും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വളരെ ഗൗരവമുള്ള കാര്യം. ഇറാൻ ഒരു ആണവായുധമുണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് നേരെ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് അവരുടെ പ്രധാന ഭയം. അതേസമയം ഇറാൻ പറയുന്നത് എന്താണ്? അവരുടെ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ്, ഊർജമുണ്ടാക്കാനാണ് എന്നൊക്കെയാണ്. ആണോ? പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഈ ആണവ പദ്ധതി വൈകിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ പല കളികളും കളിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. സൈബർ ആക്രമണങ്ങൾ, പിന്നെ അട്ടിമറികൾ, ചില ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. ശരിക്കും ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, തീർച്ചയായും. ഓരോ നീക്കത്തിനും സ്വാഭാവികമായും ഒരു പ്രതികരണം ഉണ്ടാകുമല്ലോ. സിറിയയിലെ ഇറാൻ സൈനിക സാന്നിധ്യവും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധമുണ്ടായപ്പോൾ ഇറാന് തങ്ങളുടെ സൈനികരെയും ആയുധങ്ങളെയും ഇസ്രായേൽ അതിർത്തിയോട് വളരെ അടുത്തു കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടി. ഓ, അങ്ങനെയാണോ? അതെ. ഇത് തടയാനാണ് ഇസ്രായേൽ സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തുന്നത്, ഇറാനിയൻ ടാർഗറ്റുകൾക്ക് നേരെ. 2023 ഒക്ടോബറിലെ ഗാസ യുദ്ധത്തിന് ശേഷം കാര്യങ്ങൾ വീണ്ടും വഷളായെന്ന് തോന്നുന്നു, അല്ലേ? പ്രത്യേകിച്ച് 2024 ഏപ്രിലിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അല്ലെ ഇങ്ങനൊരു നേരിട്ടുള്ള ആക്രമണം? അതെ, അതൊരു നിർണായകമായ മാറ്റം തന്നെയായിരുന്നു. അതുവരെ ഈ പ്രോക്സികൾ വഴിയോ അല്ലെങ്കിൽ വളരെ രഹസ്യമായോ ഒക്കെ നടന്നിരുന്ന സംഘർഷം ആദ്യമായിട്ട് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വന്നു. മിക്ക മിസൈലുകളും ഡ്രോണുകളും അവർ തടഞ്ഞു എന്നത് ശരിയാണ്. എന്നാലും ആ ആക്രമണം തന്നെ ഒരു വലിയ സംഭവമായിരുന്നു. അതെ, അതൊരു വലിയ സന്ദേശമായിരുന്നു. ഇസ്രായേൽ ഇതിന് ചെറിയ രീതിയിൽ തിരിച്ചടി നൽകുകയും ചെയ്തു. ഈ മൊത്തം സംഘർഷത്തെ ഒരു വലിയ ക്യാൻവാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് ലോകശക്തികളുടെ പങ്കെന്താണ്? അമേരിക്കയുടെയും മറ്റും നിലപാടുകൾ ഇതിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നോക്കൂ, അമേരിക്കയുടെ വളരെ ശക്തമായ പിന്തുണ ഇസ്രായേലിനുണ്ട്. സൈനികമായിട്ടും നയതന്ത്രപരമായിട്ടും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറുവശത്ത് നോക്കിയാൽ ഇറാൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്? റഷ്യ, സിറിയ,
പിന്നെ മേഖലയിലെ മറ്റു ചില ഷിയ ഗ്രൂപ്പുകൾ ഇവരുമായിട്ടാണ് ഇറാൻ സഖ്യത്തിലുള്ളത്. അപ്പോ ഈ പ്രാദേശിക ശത്രുതയ്ക്ക് ഒരു ആഗോള തലം കൂടിയുണ്ട്. ലെബനൻ, സിറിയ, ഇറാഖ്, പേർഷ്യൻ ഗൾഫ് ഇവിടങ്ങളിലേക്കൊക്കെ ഈ സംഘർഷം പടരുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും നിലവിലുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ഈ ലേഖനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഈ ആശയപരമായ ശത്രുത, പിന്നെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയുള്ള യുദ്ധങ്ങൾ, ആണവ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ, സിറിയയിലെ ആ സൈനിക സാന്നിധ്യം, ഇപ്പോ ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വരെ എത്തി നിൽക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് ഈയൊരു സങ്കീർണമായ ചിത്രം ഉണ്ടാകുന്നതല്ലേ? അതെ, ശരിയാണ്. ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. 2024 ആ നേരിട്ടുള്ള ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു മാറ്റം, അതായത് നിഴൽ യുദ്ധത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കുള്ള ഈ മാറ്റം, അത് പശ്ചിമേഷ്യയുടെ ഭാവിയെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഇത് കൂടുതൽ വലിയൊരു സംഘർഷത്തിന്റെ തുടക്കമാണോ, അതോ ഇതൊരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാവുന്നതാണ്.